ഞങ്ങൾ 40 അംഗങ്ങളുള്ളൊരു കാലഘട്ടമുണ്ട്. സഖാ VS-ൻ്റെ കാലഘട്ടത്തിൽ 2001 ആ 40 അംഗത്തിലെ ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം ഞങ്ങൾ 99-ലെത്തി. ഞങ്ങളാരും ഈ രൂപത്തിലുള്ള അഹങ്കാരം കാട്ടിയിട്ടില്ല. UDF 1967 9 സീറ്റേ ഉള്ളൂ കരുണാകരന്. ആ കരുണാകരൻ പ്രവർത്തിച്ച് അദ്ദേഹം ആ സീറ്റ് 99-ലേക്ക് എത്തിച്ചു. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കുറച്ച് സീറ്റ് കൂടുതലുണ്ട്, ഞങ്ങൾക്ക് 35 ഉള്ളൂ. ആ 35 മതി. ആ 35 കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി അത് ഞങ്ങൾ ചെയ്യും. 2 കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ച് പറയാം. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിൽ തുടങ്ങി വെച്ച പ്രവൃത്തികളും പൂർത്തീകരിച്ച പ്രവൃത്തികൾക്കും ഉടക്കുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. ഞങ്ങൾ തുടങ്ങി വെച്ച പ്രവൃത്തികൾ, പൂർത്തീകരിച്ച പ്രവൃത്തികൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തും. നമ്പർ 1. നമ്പർ 2, ഈ കേരളത്തിൽ ഞങ്ങളാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് വർഗീയ ശക്തികൾ ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലായിരിക്കില്ല കേരളം. ഈ കേരളത്തിലെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ, മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ 10 വർഷം സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സംരക്ഷിച്ചുകൊണ്ടാണ്, മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സഖാവ് പിണറായി 10 വർഷവും ഭരിച്ചത്. ആ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന ഇവിടെ നടന്നിരുന്നു. അതിനെ മണത്തറഞ്ഞില്ലാതാക്കിയതാണ് കേരളത്തിലെ പോലീസ്. അതിന് പകരം പഴയ സംഭവത്തിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കില്ല. ജീവൻ കൊടുത്തും മതസൗഹാർദ്ദം ഞങ്ങളിവിടെ സംരക്ഷിക്കും. ഈ 2 കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇവിടെ ഈ ഒറ്റപ്പാലത്ത് ഞാൻ എല്ലാ ഉദാഹരണവും പറയുന്നില്ല. കഴിഞ്ഞ 2021 കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടിൻ്റെ 18,000 വോട്ടാണ് കുറവ്. BJPക്ക് കുത്തിക്കൊടുത്തു. എങ്ങനെയാണ് ഈ വോട്ട് മറഞ്ഞത്? LDFന് ലീഡ് കൂടിയത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ട് തിരിച്ച് BJPക്ക് കുത്തിയത് കൊണ്ടാണ്. മലമ്പുഴയിൽ BJPയെ സഹായിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. 10-12,000-ഓളം വോട്ട് അവിടെയും തിരിച്ചു കുത്തി. ആകാം. PK ശശി അംഗീകരിക്കാൻ സാധിക്കാത്ത PK ശശിക്ക് എന്തിനാ ഇവർ നിർത്തിയത്? എങ്ങനെയായാലും 18,000-ഓളം വോട്ട് പോയല്ലോ. ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് പല സ്ഥലത്തും അവർ നോക്കി. 2,800-ഓളം വോട്ട് ഇവിടെ കുറഞ്ഞു ആയിരിക്കും BJPക്ക്. ഇവിടെ നമുക്ക് ശാന്തേൻ്റെ കോങ്ങാട് കുറഞ്ഞു. പക്ഷേ കോൺഗ്രസിന് കൂടുകയാണല്ലോ ചെയ്തത് കഴിഞ്ഞ തവണത്തേക്കാൾ. മലമ്പുഴയിൽ വോട്ട് UDFന് കൂടുകയാണ് ചെയ്തത്. BJP കൂടിയില്ലേ? അതിൻ്റെ ഇരട്ടിയല്ലേ BJPക്ക് കൂടിയേ? CPM-ന്റെ വോട്ടല്ലേ പോയത്? CPM-ന് കുറയല്ലേ ചെയ്തത് ലീഡ്? CPM-ന് കുറച്ച് വോട്ട് അവിടെ പോയിട്ടുണ്ട്. അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പിലും ഈ 2021 വോട്ട് ഭൂരിപക്ഷം അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റില്ല. പക്ഷേ കിട്ടിയ വോട്ടിൽ ഗണനീയമായ വോട്ട് UDFന് ഇവിടെ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 7 സീറ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടി. 7 സീറ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അല്ല, ഞങ്ങൾ തോൽവിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പിന്നീട് പരിശോധിക്കുക. ആർക്കാണ് അതിൽ പങ്കാളിത്തം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അല്ലെ, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടി അതിനെ സംബന്ധിച്ച് സമഗ്രമായൊരു പരിശോധന നടത്തും. അല്ല, 19,000 വോട്ടിൻ്റെ ലീഡില്ല. എന്നിട്ടോ 19,000 വോട്ടിൻ്റെ ലീഡില്ലേ? കരുണാകരൻ്റെ ലീഡ് ഇല്ലാണ്ടായി. കരുണാകരൻ തോറ്റിട്ടില്ലേ? കരുണാകരൻ്റെ 2 മക്കളും തോറ്റിട്ടില്ലേ? എന്തൊരു പുതിയ ചിത്രമായിട്ടാണോ തൃശ്ശൂരിൽ AK ആൻ്റണിക്ക് പണ്ട് കിട്ടിയ വോട്ട് കിട്ടിയിട്ടുണ്ടോ? അത് ഈ ഭൂരിപക്ഷത്തിൻ്റെ അകത്ത് ഏറ്റവും കുറച്ചിലുണ്ടാവും. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് കിട്ടി എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കും, ജനങ്ങളോട് പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുന്ന കാരണത്തിനപ്പുറം എന്തെങ്കിലും കാരണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ അതും പരിശോധിച്ച് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
UDF പറയട്ടെ, നിങ്ങളും പറയട്ടെ, കാരണം പറയണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും പിന്നോട്ട് പോയത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും പരിശോധിച്ച് പരിഗണിക്കും, ഞങ്ങളും പരിശോധിക്കും. കാരണം ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് രക്തസാക്ഷികളുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളെയും നാടിനെയും മറന്നുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം. സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു, ജി സുധാകരൻ ഉൾപ്പെടെ. അപ്പൊ അതൊക്കെ ഈ പാർട്ടിയോടുള്ള ഒരു അസഹിഷ്ണുത കൊണ്ടുള്ള ഒരു വോട്ടല്ലേ പാർട്ടി? അതെ, അതായത് തിരിച്ച് വന്ന ആൾക്കാരെ ഒറ്റക്ക് നിന്നിട്ട് മത്സരിച്ചിട്ട് ജയിച്ചല്ലോ. അല്ല, അവരൊരു മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിന്ന് മത്സരിച്ചു. പാലക്കാട് 2 ആൾ നിന്നിട്ട് 2 ആൾ 3-ാം സ്ഥാനത്തേക്കാ സഹോദരൻ. അല്ല, ഞങ്ങളെ പറ്റിച്ച് കോൺഗ്രസിൻ്റെ കൂടെ പോയ 2 ആൾ അവർ പ്രതിനിധീകരിക്കുന്ന UDF, ഒന്ന് ഒറ്റപ്പാലത്ത് 3 ആണ്, ഒറ്റപ്പാലത്ത് 2-ാം സ്ഥാനം, അതെ 3-ാം സ്ഥാനത്ത് കൂടിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോയാൽ കൂടിയിട്ടില്ലല്ലോ, ആ 3-ാം സ്ഥാനത്ത് തന്നെ കിടക്കുകയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, പയ്യന്നൂര് ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരും ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പ്രാഥമികമായി അഭിപ്രായം പറഞ്ഞു. ഞങ്ങളത് പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തും. അതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള അതിശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത്രയേ ഇപ്പോൾ പറയാൻ പറ്റൂ. ചില തെറ്റെന്ന് ചില പരാമർശങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റ്, പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള വന്നുള്ള ഈ പരാമർശങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റ്, അതൊക്കെ ആര് പറയുന്നത്? ആരാ പറയുന്നത്? വിലയിരുത്തലിലേക്ക് പാർട്ടി ഉൾപ്പെടുന്ന RSSനെതിരായി പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പറച്ചിലാണോ? ജമാഅത്തേക്കെതിരായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പറച്ചിലാണോ? ജമാഅത്തേക്കെതിരായിട്ട് ഞങ്ങൾ പറയുന്നതും RSSനെതിരായിട്ട് ഞങ്ങൾ പറയുന്നതും രണ്ടും രാഷ്ട്രവാദക്കാരായതുകൊണ്ടാണ്. നാളെ അവരത് മാറ്റി ഇസ്ലാം രാഷ്ട്രവാദമല്ല ഞങ്ങളുടെ വാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ സഹർഷം സ്വാഗതം ചെയ്യും. അതവർ പറയട്ടെ, അല്ലെങ്കിൽ RSS പറയട്ടെ, ഞങ്ങളുടെ ഇത് ഹിന്ദുത്വ രാഷ്ട്രമല്ല, ഒരു മതേതര രാഷ്ട്രമാണ്, ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കും അതിന്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് 2 കക്ഷികളും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് വളർന്ന് രാഷ്ട്രസങ്കല്പത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനെ ഞങ്ങൾ എന്നും ചെറുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തേക്കെതിരായി ശക്തമായിട്ട് പ്രതികരിച്ചിട്ടില്ലേ? ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പുതിയ സംഭവമൊന്നുമല്ല. അത് പക്ഷേ എന്താക്കി? അത് മതന്യൂനപക്ഷത്തിനെതിരാക്കാൻ നിങ്ങളെ പോലുള്ള ചില ആൾക്കാർ ശ്രമിച്ചു. ജമാഅത്തേക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയതാരാ? ഈ കേരളത്തിൽ 2 സംഘടനകളാണ്. മുസ്ലിം വിഭാഗത്തിലെ ഉൽപ്പതിഷ്ണുക്കളുടെ ഏറ്റവും ശക്തമായ AP സുന്നിയും EK സുന്നിയും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, അവരുടെ നയം മാറ്റുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലൊരു മുന്നണിയായി മുന്നണിയെ പോലെ തന്നെ മത്സരിച്ച VD സതീശനാണ് പറയുന്നത് നിങ്ങളാണ് വർഗീയവാദികളുമായി മുന്നണി ഉണ്ടാക്കുന്നതെന്ന്.